ഈ പ്രളയകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കണ്ണൂർ ചെറുപുഴയിൽ തേജസ്വിനി പുഴയിൽ നടന്ന രാജേഷിൻ്റെ മരണം. രാജേഷ് ഒരു രക്ഷാപ്രവർത്തകനായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം പ്രവർത്തകർക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ വലിയ പ്രളയം ഉണ്ടാകുന്നതും ഈ പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രാജേഷ് സംഘവും പോകുന്നതും വലിയ ഒരു ദുരന്തമായി മാറി. കേരളത്തിൻ്റെ തന്നെ ഒരു ദുഃഖമായി മാറുകയാണ് പിന്നീടുണ്ടായത്. ഒരാളിനെ അദ്ദേഹം രക്ഷിക്കാൻ സ്വന്തം ജാക്കറ്റ് ഊരി കൊടുത്തു. അദ്ദേഹം രക്ഷപ്പെടാമായിരുന്നു. ആ ജാക്കറ്റ് ഊരി കൊടുത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാജേഷ് ദുരന്തം. അതെ, അത് ഒരു രക്ഷാപ്രവർത്തനം, ഒരു ദുരന്ത മുഖത്ത് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം, എങ്ങനെ ആക്ട് ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാവുന്ന അതിൻ്റെ പരിശീലകനായിരുന്നു. അദ്ദേഹം കായിക താരമൊക്കെ ആയിരുന്നു. പക്ഷേ വളരെ സാമ്പത്തികമായി വളരെ പിന്നാക്കമുള്ള ഒരു ചുറ്റുപാടിലാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ അസുഖബാധിതയാണ്. ഭാര്യയും 2 പിള്ളേരുമാണ് ഉള്ളത്. വല്ലാത്ത ഒരു അവസ്ഥയാണ് പറ്റിയത്. ഈ ബെന്നി എന്ന് പറഞ്ഞൊരാളെയാണ് അദ്ദേഹം ബെന്നി രാവിലെ കൃഷിഭൂമിയിൽ പോയതാണ്. കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങി ഇത് വെള്ളം കയറാൻ. ആദ്യം വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നീട് വെള്ളം ഇങ്ങനെ മുന്നോട്ട് കയറുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അപകടം മനസ്സിലായി. പക്ഷെ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും അദ്ദേഹം പെട്ടുപോയി എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് അരയ്ക്കൊപ്പം വെള്ളമായപ്പോൾ അദ്ദേഹം ഈ വെള്ളത്തിൽ കൂടെ നടന്ന് കരയ്ക്ക് കയറാം എന്നാണ് കരുതിയത്. പക്ഷെ അപ്പോഴത്തേക്ക് ഭയങ്കര അടിയൊഴുക്കായി. അദ്ദേഹം ഒരു തെങ്ങിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു. ഈ ഫോൺ വിളിച്ച് വീട്ടിലും പറഞ്ഞു, അഗ്നിരക്ഷാസേനയെ വിളിക്കാനും പറഞ്ഞു. അത്രയും കഴിഞ്ഞപ്പോൾ ഇയാളെ ഇന്ന് ഫോണും ഒക്കെ പോയി. വെള്ളത്തിൽ അയാൾ പെട്ടുപോയതിന് ശേഷം അദ്ദേഹം ഒരു തെങ്ങിൽ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ട് കുത്തിയൊലിച്ച് വരുന്ന പുഴയല്ലേ, അത് കലങ്ങി മറിഞ്ഞ് വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന് രാജേഷ് സംഘവും വരുന്നത്. വന്നിട്ട് ഈ ഇദ്ദേഹത്തിന് കയറെറിഞ്ഞു കൊടുത്തു. തെങ്ങയെ കെട്ടിക്കോ എന്ന് പറഞ്ഞ് കയറെറിഞ്ഞു കൊടുത്ത് ഇത് തെങ്ങയെ കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചത്, ഇയാളുടെ കൈ കൂടി ഇതിനകത്തായിപ്പോയി. ഇതിനകത്ത് ലോക്കായിപ്പോയി. അപ്പോൾ ഈ കൈ വിരൽ അതിനകത്ത് കുടുങ്ങിപ്പോയപ്പോൾ അത് അഴിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ് രാജേഷ്. അങ്ങനെ ഇദ്ദേഹത്തെ 2 രക്ഷാപ്രവർത്തകർ മുമ്പിലും ഇദ്ദേഹം ഇടയ്ക്കും. രാജേഷ് വന്നപ്പോഴേ ലൈഫ് ജാക്കറ്റ് ഊരി ഇദ്ദേഹത്തെ ധരിപ്പിച്ചു. എന്നിട്ട് രാജേഷ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുമായിട്ടാണ് പുഴ മറികടക്കുന്നത്. ഈ മറികടക്കുന്നതിനിടയിൽ പെട്ടെന്ന് രാജേഷിനെ കാണാതെ പോയി. ഈ 3 പേരും അപ്പുറത്തെ കരയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബാക്കി നോക്കുമ്പോൾ രാജേഷിനെ കാണും. എത്ര ഫോഴ്സിലാണ് വെള്ളം വന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ഒരു വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഈ മനുഷ്യൻ. ഭയങ്കര അതിസാഹസികനാണ്. എത്ര കുത്തൊഴുക്കും മഴയും പുഴയും ഒന്നും പുള്ളിക്കൊരു വിഷയമേ ഇല്ലാത്ത ആളാണ്. കാരണം അതുപോലെ പരിശീലനം കിട്ടിയിട്ടുള്ള ഏത് ദുരന്തമുഖത്തും ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്ന പ്രത്യേക പരിശീലനം സിദ്ധിച്ച രക്ഷാപ്രവർത്തകനായിരുന്നു രാജേഷ്. ഇന്നലെ മെനിഞ്ഞാന്ന് ഒരാൾ ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹം ഈ ചെറുപുഴ റോസ്ഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഈ മാധ്യമങ്ങളൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഈ രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ കണ്ണൂരിൽ ഞങ്ങളെ ഈ ചെറുപുഴ മേഖലയിൽ വലിയ അവിടെ ഈ രാജേഷിനെ കാണാതായതാണ് ഒരു സംഭവം. ആരും മരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ അധികം വാർത്ത നമ്മൾ വാർത്ത കൊടുത്തിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ചാനലുകളൊന്നും വന്ന് അവിടെ വാർത്തയൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ബന്ധു അദ്ദേഹം ഒരു സ്കൂട്ടിയിൽ പോകുമ്പോൾ ഈ പെട്ടെന്ന് ഈ ഇത് മലവെള്ളപ്പാച്ചിൽ ഇത് വരെയാണ്, എല്ലാം ഇടിഞ്ഞ് വരെയാണ്. ഇയാൾ പരമാവധി രക്ഷപ്പെടാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും പക്ഷേ വന്ന് ഇത് ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹം ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അതിൻ്റെ നില ഗുരുതരമല്ല, എന്നാൽ അദ്ദേഹം പ്രായമുള്ള മനുഷ്യനത്തെ നല്ല പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ആ ഏരിയയിലൊക്കെ തന്നെ നോക്കുമ്പോഴും ഈ കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അവിടെ ഉണ്ടായി, അതിനെ ആരും പ്രൊജക്റ്റ് ചെയ്തില്ല. കാരണം പത്തനംതിട്ടയിലും റാന്നിയിലും തിരുവല്ലയിലുമായിട്ട് വെള്ളം കയറി ഉണ്ടായ ഒരു ദുരിതമുണ്ട്. ദുരിതം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ അടൂരെത്തിയപ്പോൾ തൊട്ട് മഴ തുടങ്ങി. അതുവരെ മഴയൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് ഇന്നലെ ചെങ്ങന്നൂർ വരെ ഒന്ന് പോയി. പോകുന്ന സമയത്തൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് തീവ്ര മഴയാണ്. അതിതീവ്ര മഴ എന്ന് പറഞ്ഞാൽ നിൽക്കാതെ മഴ പെയ്യുകയാണ്. പത്തനംതിട്ട പിന്നെയും കുറവായിരുന്നു. ആലപ്പുഴ ജില്ലയിലാണ് ഇന്നും മഴ കനത്ത് തന്നെ പെയ്തുകൊണ്ട്. അവിടെ വാഹനം ഓടിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത് വൈപ്പർ പ്രവർത്തിപ്പിച്ചിട്ട് റോഡ് കാണാൻ അത്ര അതിൻ്റെ ഫുൾ ഫോഴ്സിലിട്ടിട്ട് പോലും ഒന്നും കാണാൻ പറ്റുന്നില്ല. അല്ല, റോഡ് മുഴുവൻ വെള്ളക്കെട്ടാണ്. ഞാൻ ഇന്നലെ വരുന്ന റോഡിലും വെള്ളക്കെട്ടുണ്ട്. ഞാൻ ഈ വെള്ളക്കെട്ടിൽ കൂടെ ഞാൻ സ്കൂട്ടിയിലാണ് പോയത്.
ഇത് എനിക്ക് പേടിയായിപ്പോയി പകുതി ചെന്ന് കഴിഞ്ഞപ്പോൾ. എന്താണ് ഇത്, വെള്ളം കയറുമോ, കൊച്ചു വണ്ടിയല്ലേ, എന്നിട്ട് അത് പിടിക്കുന്ന പോലെ തോന്നി. ഞാൻ വന്ന വരവിനെ തന്നെ കയറിപ്പോയിട്ട് രക്ഷപ്പെട്ടു. അത് പക്ഷേ MC റോഡിൽ കുറ്റൂര് തിരുമൂലപുരം ഭാഗത്ത് നമ്മുടെ MG സോമൻ്റെ വീട്ടിലുമൊക്കെ വെള്ളം കയറി. അതുപോലെ കോഴഞ്ചേരി മൊത്തം മുങ്ങിക്കിടക്കായിരുന്നു. അവിടെ എല്ലാം ഏതായാലും വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഭീകരമായ മറ്റൊരു കാഴ്ചയുണ്ട്. നമ്മൾ മാധ്യമപ്രവർത്തകർ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ രക്ഷപ്പെട്ട ഒരു വലിയ അപകടം. വിക്ടർ ജോർജിനെ പോലെ ഒരു വലിയ ദുരന്തമായി മാറിയ കൈരളി ടിവിയുടെ ക്യാമറാമാൻ. മാത്രമല്ല നമ്മൾ ഓർമ്മയുണ്ട് മാതൃഭൂമിയുടെ ചാനലിന്റെ മുമ്പ് കോട്ടയത്ത് വെച്ച് അതെ വള്ളം മുങ്ങിയത്. അതായത് മാതൃഭൂമിയുടെ വൈക്കൽ ലേഖനോ അങ്ങനെ ഒരാൾ മരിച്ചു, ഒരു ക്യാമറാമാനും മരിച്ചു. അതുപോലെ നമ്മുടെ പാലക്കാട്ട് ആനയടഞ്ഞതിന്റെ ഷൂട്ട് ചെയ്യാൻ പോയതാണ് മാതൃഭൂമിയുടെ ക്യാമറാമാൻ. ആന ആക്രമിച്ചു കൊലപ്പെടുത്തി. ഈ പലപ്പോഴും നമ്മുടെ മാധ്യമപ്രവർത്തകരെ ജീവിതത്തിൽ നേരിടുന്ന അതിഭീകരമായ റിസ്ക് ആണിത്. പലപ്പോഴും നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട്, വിക്ടർ ജോർജിന്റെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ, അതിന്റെ ദുരന്തം, അതിന് ജീവിതം സംഭവിച്ചത് അത്രയും പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫർക്ക് സംബന്ധിച്ച ദുരന്തം നമ്മുടെ കൺമുന്നിൽ. അല്ല, ഇതുപോലെ ഞങ്ങളുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, ഏഷ്യാറ്റിന്റെ ക്യാമറ വെട്ടിപ്പുറം പ്രസാദ്, പത്തനംതിട്ടയിൽ ഒരു കടയ്ക്ക് തീ പിടിച്ചു. കടയ്ക്ക് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഉപ്പേരി വറക്കുന്ന ചിപ്സ് സെന്ററിനാണ് തീ പിടിച്ചത്. അതിനകത്ത് 5 ഗ്യാസ് കുറ്റി നിറകുറ്റി ഉണ്ടായിരുന്നു. ഇത് തീ പടർന്ന് പിടിച്ചിട്ട് ഇത് പടരുന്ന ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇല്ല ബുള്ളറ്റ് പോലെ അകത്തുനിന്നൊരു ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് നേരെ ഫൂന്ന് പറഞ്ഞ് പുള്ളി കയറിയാ വരുന്നത്. അവിടെ അത് പ്രസാദ് രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തവണ. പുള്ളി ഒരു പുലിയുടെ പിടിക്കാൻ ചിറ്റാർ പോയി, പുള്ളിയും കൂടെ മുഖാമുഖമായി പോയി. അപ്പോഴത്തേക്ക് ഈ വെട്ടുകൂട്ടൻ എന്ന് പറഞ്ഞാൽ ഈ പുലിയെ കീഴ്പ്പെടുത്തി, പുലി എത്തുപോയി. കേസിൽ ഒളിവിൽ കഴിയുവാണ്. വെട്ടുകൂട്ടൻ ഇത് കാണാൻ വന്ന് നിന്നപ്പോഴാണ് ഈ പുലി വരുന്നത്. പുലി വെട്ടുകൂട്ടന് നേരെ അടി. ഇദ്ദേഹം ഇതിനെ ഇടിച്ച് എന്നാലും ചത്തുപോയി. അപ്പോൾ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇപ്പോൾ കൈരളിയുടെ ക്യാമറാമാൻ കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടു. ഒരു വ്ളോഗർ അതിനെതിരെ വലിയ ഭീകരമായിട്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്തു. എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ ആലോചിക്കുക, ഈ രാജേഷിൻ്റെ ദുരന്തം അത് എന്താ പറഞ്ഞത്, ഇതിന് അതീതമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കുക തന്നെ വേണം. അത് മാത്രമല്ല, അദ്ദേഹം വളരെ സാധുവായിട്ടുള്ള ഒരു കുടുംബത്തിൽ പെട്ടയാളാണ്. ഒരുപാട് ജീവിതങ്ങളെ മനുഷ്യ ജീവിതങ്ങളെ തിരികെ കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം.